ഹലോ ഓൾ, എല്ലാവർക്കും ബോട്ടണി മാസ്റ്റേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മൊഡ്യൂൾ സെക്കൻഡിലുള്ള മെറ്റബോളിസം എന്ന് പറയുന്ന ടോപ്പിക്കിലെ സെക്കൻഡ് സബ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഗ്ലൈക്കോജനോലൈസിസ്. ഇതിൻ്റെ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഗ്ലൈക്കോജനസിസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഗ്ലൈക്കോജനസിസ്? ഗ്ലൈക്കോജനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസിൽ നിന്നും ഗ്ലൈക്കോജൻ ഫോം ഉണ്ടാകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്ലൈക്കോജനസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഗ്ലൈക്കോജനോലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലൈക്കോജൻ വീണ്ടും ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ് ഗ്ലൈക്കോലൈസിസ്, എവിടെയാണ് നടക്കുന്നത്, അതിൻ്റെ മേജർ സ്റ്റെപ്സ് ഏതൊക്കെയാണ്, അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള എൻസൈംസുകൾ ഏതൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കാം. ഗ്ലൈക്കോജനോലൈസിസ്. Glycogenolysis is the process of breaking down glycogen into glucose which the body uses to create energy. So glycogenesis എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ്. ഓക്കെ, ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. എന്തിനാണ് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? അതായത് നമ്മുടെ ശരീരത്തിന് എപ്പോഴാണോ എനർജി ആവശ്യമുള്ളത് ആ സാഹചര്യത്തിലാണ് ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഒക്കേഴ്സ് ഇൻ ലിവർ ആൻഡ് മസിൽസ്. എവിടെയാണ് നടക്കുന്നത്? ലിവറിലും മസിൽസിലും. എന്തുകൊണ്ടാണ് ലിവറിലും മസിൽസിലും നടക്കുന്നത്? നമ്മൾ പറഞ്ഞു നമ്മുടെ ഗ്ലൈക്കോജനസിസിൽ നമ്മൾ പറഞ്ഞു ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യപ്പെടുന്നത് ലിവറിലും മസിൽസിലുമാണ്. അതായത് ഗ്ലൈക്കോജൻ ഇപ്പോൾ ഉള്ളത് ലിവറിലും മസിൽസിലുമാണ്. സോ അതുകൊണ്ടാണ് ഈ ഗ്ലൈക്കോജനോലൈസിസ് എവിടെ നടക്കുന്നത്? ലിവറിലും മസിൽസിലും നടക്കുന്നത്. കാരണം ഗ്ലൈക്കോജൻ അവിടെയാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഇത്തരത്തിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള ഗ്ലൈക്കോജനെ വീണ്ടും ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. എന്തിനു വേണ്ടിയിട്ട്? എനർജിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇനി ഏത് സാഹചര്യത്തിലാണ് എനർജി ആവശ്യമായിട്ട് വരിക? നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുന്ന സാഹചര്യത്തിൽ, അതുപോലെ തന്നെ ഒരുപാട് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എനർജി ആവശ്യമായിട്ട് വരുന്നുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യത്തിലും അതുപോലത്തെ മീൽസിൻ്റെ ഇടയിലുള്ള സമയത്ത്, ഇത്തരത്തിലുള്ള സാഹചര്യത്തിലൊക്കെയാണ് നമുക്ക് എനർജി കൂടുതലായിട്ട് ആവശ്യം വരിക. ആൻഡ് ഈ സാഹചര്യത്തിലാണ് ഈ ഗ്ലൈക്കോജനോലൈസിസ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കതിൻ്റെ സ്റ്റെപ്സിലേക്ക് കടക്കാം. ഇവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഡയഗ്രാം വെച്ചിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. അപ്പോൾ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ് ഈ ഗ്ലൈക്കോജന് ഒരു ഹൈലി ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണുള്ളത് അല്ലേ. ഇത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്ലൈക്കോജന് ഹൈലി ബ്രാഞ്ച്ഡ് സ്ട്രക്ചറാണ് ഉള്ളത്. അതിൽ ഒരു ബ്രാഞ്ച് മാത്രമാണ് ഈ ഒരു ഡയഗ്രത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഒറ്റ ബ്രാഞ്ചുള്ള സ്ട്രക്ചർ മാത്രമാണ്. നമുക്കൊന്ന് ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒറ്റ ബ്രാഞ്ചുള്ള സ്ട്രക്ചർ മാത്രമാണ് ഇവിടെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ലീനിയർ ചെയിനിൽ. ഓക്കെ, ഗ്ലൈക്കോജനിൽ ലീനിയർ ചെയിനും ഉണ്ട്, അതുപോലെ തന്നെ ബ്രാഞ്ചും ഉണ്ട്. ഈ ലീനിയർ ചെയിനിൽ ഉള്ള ബോണ്ട് എന്ന് പറയുന്നത് ആൽഫ 1,4 ബോണ്ടും അതുപോലെ തന്നെ ബ്രാഞ്ചിങ് വരുന്ന സമയത്ത് ആൽഫ 1,6 ബോണ്ടുമാണ് ഉള്ളത്. അതും ജസ്റ്റ് ഒന്ന് മൈൻഡിൽ ഓർത്തിരിക്കാം. അപ്പം ഫസ്റ്റ് സ്റ്റേജിൽ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചെങ്കിൽ ഈ ഗ്ലൈക്കോജൻ ഒരു ലിമിറ്റ് ഡെക്സ്ട്രിൻ എന്ന് പറയുന്ന ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അതെങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ സാന്നിധ്യത്തിൽ, ഓക്കെ, ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ സാന്നിധ്യത്തിൽ ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റ് റിലീസ് ചെയ്യുന്നു. ഓക്കെ, ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ സാന്നിധ്യത്തിൽ ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റ് റിലീസ് ചെയ്യുന്നു. ഇത്തരത്തിൽ ഗ്ലൈക്കജനിൽ നിന്നും ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റ് റിലീസ് ചെയ്യപ്പെട്ടിട്ടുള്ള രൂപമാണ് ലിമിറ്റ് ഡെക്സ്ട്രിൻ. ഓക്കെ, ഗ്ലൈക്കോജനിൽ നിന്നും ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റ് റിലീസ് ചെയ്യപ്പെട്ടിട്ടുള്ള ആ ഒരു സ്റ്റേറ്റാണ് ലിമിറ്റ് ഡെക്സ്ട്രിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇപ്പോൾ ലിമിറ്റ് ഡെക്സ്ട്രിൻ ഫോം ചെയ്തു. ഇനി ആക്ട് ചെയ്യുന്നത് ഡീബ്രാഞ്ചിങ് എൻസൈമുകളാണ്. അതായത് ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ച്ഡ് സ്ട്രക്ചറും അതുപോലെ തന്നെ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺബ്രാഞ്ച്ഡ് ലീനിയർ സ്ട്രക്ചറുമാണ്. അപ്പോൾ ഈ ബ്രാഞ്ച്ഡ് സ്ട്രക്ചറിൽ നിന്നും ഒരു അൺബ്രാഞ്ച്ഡ് സ്ട്രക്ചർ ഫോം ചെയ്യണമെങ്കിൽ അതിലത്തെ ബ്രാഞ്ചസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ അതുകൊണ്ടാണ് ഇനി ഡീബ്രാഞ്ചിങ് എൻസൈംസ് ആണ് ആക്ട് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞത്. അപ്പം ഈ ലിമിറ്റ് ഡെക്സ്ട്രിനിൽ ആദ്യം ഡീബ്രാഞ്ചിങ് എൻസൈം ആക്ട് ചെയ്ത സമയത്ത് ആദ്യം അവർ കാണിച്ചൊരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫറേസ് ആക്ടിവിറ്റിയാണ്. ഓക്കെ, അതായത് ആ ബ്രാഞ്ചിൽ നിന്നുള്ള ഗ്ലൂക്കോസിനെ ട്രാൻസ്ഫർ ചെയ്ത് ലീനിയർ ചെയിനിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ബ്രാഞ്ചിലുള്ള 3 ഗ്ലൂക്കോസിനെ ലീനിയറിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, സോ അവിടെ ഒരു ട്രാൻസ്ഫർ ആക്ടിവിറ്റി നടന്നു. അപ്പം ഇവിടെ നടന്നത് ഡീബ്രാഞ്ചിങ് എൻസൈമിൻ്റെ ഒരു ട്രാൻസ്ഫറേസ് ആക്ടിവിറ്റിയാണ്.
ക്ലിയർ ആയല്ലോ. ഇനി അവിടെ ഉള്ളത് ബ്രാഞ്ച് ആയിട്ടുള്ളത് ഒരൊറ്റ ഗ്ലൂക്കോസ് മോളിക്യൂളാണ്. കാരണം ആ ഒരു മോളിക്യൂളും ഈ ഗ്ലൂക്കോസും തമ്മിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് ആൽഫ 1,6 ബോണ്ടാണ്. ഓക്കെ, അപ്പം ഈ ആൽഫ 1,6 ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഈ ഗ്ലൂക്കോസിനെ റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആൽഫ 1,6 ഗ്ലൂക്കോസിഡേസ് ആക്ടിവിറ്റിയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ആൽഫ 1,6 ഗ്ലൂക്കോസിഡേസ് ആക്ടിവിറ്റി വഴി ആ ഒരു ആൽഫ 1,6 ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഗ്ലൂക്കോസ് റിമൂവ് ആവുന്നു. ഇപ്പം നമുക്കൊരു ലീനിയർ ചെയിൻ കിട്ടി. ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫോസ്ഫോറിലേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുള്ള ഫോം എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഫോമാണ്. ഓക്കെ, ആൻഡ് ഈ ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. അവിടെ നടക്കുന്നത് ഐസോമറൈസേഷൻ റിയാക്ഷൻ ആണ്. ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറും വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഫോസ്ഫോ ഗ്ലൂക്കോമ്യൂട്ടേസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ലിവറിലും അതുപോലെ തന്നെ മസിൽസിലുമാണ് നടക്കുന്നത്. ഇത് മസിൽസിലാണ് നടക്കുന്നതെങ്കിൽ ഈ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് വരെ ഉണ്ടാവുള്ളൂ. ഈ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് വിച്ച് ഡയറക്ട്ലി എൻറ്റേഴ്സ് ടു ഗ്ലൈക്കോലൈസിസ്. നേരെ മറിച്ച് ഇത് ലിവറിലാണ് നടക്കുന്നതെങ്കിൽ ഈ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഗ്ലൂക്കോസ് ആയിട്ട് മാറും വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റേസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഗ്ലൈക്കോജനോലൈസിസിൽ നടക്കുന്നത്. അപ്പം എന്താണ് ഗ്ലൈക്കോജനോലൈസിസ്, അതുപോലെ തന്നെ അതെവിടെ വെച്ച് നടക്കുന്നു, അതിൽ ഉള്ള എൻസൈംസ് ഏതൊക്കെയാണ്, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഇതിൽ നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് 2 മൊഡ്യൂൾസ് ഒരുമിച്ചായിട്ടാണ്. അപ്പം നമ്മൾ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ പ്ലേലിസ്റ്റിൽ നോക്കിയിട്ട് വീഡിയോസ് കാണാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റ് ഓർഡറിൽ വീഡിയോസ് കിട്ടും. അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, താങ്ക് യു.